സോ നമ്മുടെ തേർഡ് ടേം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ തേർഡ് ടേമിൽ ബിസിനസ് സ്റ്റഡീസിന്റെയും അക്കൗണ്ടൻസിയുടെയും ഒരു ചെറിയ കമ്പാരിസൺ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പൊ രണ്ടിനെ കുറിച്ച് ഒരു കമ്പാരിസൺ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടൻസിക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് തേർഡ് ടേമിൽ പഠിക്കാനുള്ളത്? തേർഡ് ടേം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ AFS എടുത്തവരാണെങ്കിലും 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പറയുമ്പോൾ 2 ചാപ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്ന പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവർ ഇത്രയും പഠിച്ചുകൊണ്ട് വന്ന ഒറ്റ സംഭവമാണ്. ഇപ്പം 4 ചാപ്റ്ററും അറിഞ്ഞിരുന്നാൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലാതെ കണ്ടിന്യൂഷൻ ഉള്ള എല്ലാം പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആണ്. അപ്പം 4ാമത്തെ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റില്ല. 4 ചാപ്റ്റേഴ്സ് അവർക്ക് പഠിച്ചാൽ മാത്രമേ, എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് +2ന്റെ കേസിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഐ മീൻ അക്കൗണ്ടൻസിയുടെ സംഭവം മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പം 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 മാർക്ക് 7 മാർക്ക് എന്നുള്ള രീതിയിലേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതുകൊണ്ട് സാധാരണ അതിൽ നിന്ന് എസ്സേ ചോദിക്കാത്തൊരു ചാപ്റ്ററാണ്. പക്ഷെ ഒരു 2 വർഷമായിട്ട് അതിൽ നിന്ന് എസ്സേ ചോദിക്കുന്നുണ്ട്. ബിസിനസ് സ്റ്റഡീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സേ നമുക്ക് ഈ ഒരു തേർഡ് ടേമിലുള്ളൂ. അതിന് മുന്നേ ഒക്കെ 4ഉം 5ഉം ചാപ്റ്റേഴ്സ് വെച്ചായിരുന്നു. അപ്പം ഇത്തവണ നമ്മൾ സേഫ് സോണിലാണ്, 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ ഈ 2 ചാപ്റ്ററിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. അത്യാവശ്യം ഒരു 2 ചാപ്റ്ററിനുള്ള സാധനമുണ്ട്. അപ്പം ഈ ഒരു 2 ചാപ്റ്റർ ഉള്ളൂ എങ്കിലും മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നോക്കുവാണെങ്കിൽ സംഭവം 4 മാർക്കിനേ ഉള്ളൂ. പക്ഷേ എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ 2 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അക്കൗണ്ടൻസി പറഞ്ഞ പോലെ കുറേ ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് അതുപോലെ തന്നെ +2 സ്റ്റുഡൻസ് ആണ്, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതും നിങ്ങൾ തേർഡ് ടേം നല്ല നീറ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റിന് നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം അധികം ടൈം നിങ്ങൾക്ക് കളയാനില്ല. ഇനിയും കിട്ടുന്ന ഓരോ സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മോഡൽ എക്സാം എഴുതുമ്പോഴേ, മോഡൽ എക്സാം ശരിക്കും ഒരു മെയിൻ എക്സാം ആണെന്നുള്ള രീതിയിൽ തന്നെ പോയി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് കുറച്ചും കൂടെ ടൈം അവർക്ക് കിട്ടും. പ്രത്യേകിച്ച് +2കാർക്ക് പ്രാക്ടിക്കൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഐ മീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒക്കെ എടുത്തവർക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. സോ പ്രാക്ടിക്കലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. സോ അപ്പം നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ബൈ.